നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് ഒരു ജില്ലയിലും മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് ശക്തിപ്പെട്ടേക്കും. അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിലെ മിക്ക ജില്ലകളിലും ദിവസം മുഴുവൻ തണുത്ത അന്തരീക്ഷ സ്ഥിതി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മേഘങ്ങൾ 2 ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷ മുകളിൽ നിലനിൽക്കുന്നതാണ് പകൽ സമയത്ത് പോലും തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണം. വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് എങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ശക്തമായ തണുപ്പ് രാവിലെയും ഉച്ചയ്ക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ പോലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും തണുപ്പുമാണ്. ഇന്ന് ഉച്ചവരെ ഇത്തരത്തിൽ തണുത്ത കാലാവസ്ഥ തുടരുമെന്നും അതിനുശേഷം മേഘങ്ങൾ നീങ്ങി തുടങ്ങുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ശ്രീലങ്കയിൽ 200 പേരുടെ ജീവനെടുത്ത ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ തെക്കൻ തീരത്ത് എത്തുന്നതായി വിവരമുണ്ട്. ഇന്ന് പുലർച്ചെയോടെ വടക്കൻ തമിഴ്നാട് തീരത്തെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ശ്രീലങ്കയ്ക്കും മുകളിലായി ഡിറ്റ്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ 5 ജില്ലകളിലും റെഡ് അലർട്ടും ചെന്നൈ ഉൾപ്പെടെ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ തമിഴ്നാട്, ആന്ധ്ര തീരത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. കനത്ത മഴയിൽ വേദാരണ്യത്ത് 90,000 ഏക്കർ ഉപ്പുപാടം വെള്ളത്തിൽ മുങ്ങി. തമിഴ്നാട്ടിൽ ആകെ 6,000 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി റവന്യൂ മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. കടലൂർ ജില്ലയിൽ 929 ഗർഭിണികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും മന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയാണ്. ഗതാഗതത്തെയും സാധാരണ ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നാഗപട്ടണം വേദാരണ്യത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. ഇന്ന് പുലർച്ചെയോടെ ഇത് വടക്കൻ തമിഴ്നാട് തീരത്തേക്ക് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനാണ് സാധ്യത. ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി തമിഴ്നാടിന് തീരത്തും പുതുച്ചേരിയിലും ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. ചുഴലിക്കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ 5 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ചെന്നൈ അടക്കം 13 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ ശക്തമായ മഴ തുടരും. ദുരിതത്തെ നേരിടാനായി തമിഴ്നാട് സർക്കാർ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം 6,000 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി റവന്യൂ മന്ത്രി അറിയിച്ചു. വിവിധ ജില്ലകളിലായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ, സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെയും സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 14 ജില്ലകളിൽ ഈ സംഘങ്ങൾ എത്തിക്കഴിഞ്ഞു. കാറ്റിനെ തുടർന്ന് ഡെൽറ്റ ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചു തുടങ്ങി. വേദാരണ്യത്ത് മാത്രം 90,000 ഏക്കറിലാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശ്രീലങ്കയിൽ മഴ കുറയുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ദുരിതാശ്വാസ ദൌത്യവും ആരംഭിച്ചു. രക്ഷാദൌത്യത്തിൽ 3 ഇന്ത്യൻ യുദ്ധക്കപ്പലുകളും പങ്കെടുക്കുന്നുണ്ട്. നാവികസേനയുടെ INS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവയിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു. ദുബായിൽ നിന്നും ശ്രീലങ്ക വഴി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന 300ഓളം യാത്രക്കാർ കൊളംബോ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ചെന്നൈയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കി. ശ്രീലങ്കയിൽ ഡിറ്റ്വ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതോടെ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയിൽ ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിടും. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. 700-ലധികം വീടുകൾ തകർന്നതായാണ് കണക്കുകൾ. 7,74,000 പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. 1,00,000 പേരെ 798 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം.